ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വാർത്തയൊക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നിട്ടുള്ള ആ ഇഷ്യൂ, പീഡന പരാതി, പുറത്തായിട്ടുള്ള വീഡിയോ ചാറ്റുകൾ, കാര്യങ്ങള് ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എനിക്കുണ്ടായ സെയിം അനുഭവം, ഞാനും തൃശ്ശൂര് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്. എനിക്കുണ്ടായ സെയിം അനുഭവം ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ ഇതൊന്നും ഒറ്റ വാക്കിൽ എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് കാണുവാൻ എളുപ്പത്തിന് വീഡിയോയെ ഞാൻ മൂന്നായിട്ട് തരംതിരിച്ച് പറയാം. ഒന്നാമത്തെ ഭാഗത്ത് എന്താണ് ഈ പെരിങ്ങോട്ടുകര ഇഷ്യൂ എന്നൊന്നും അറിയാത്തവർക്ക് അത് ഒന്ന് അറിഞ്ഞിരിക്കുവാൻ വേണ്ടി അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റിനൊക്കെ ശേഷം എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുവാനും അല്ലെങ്കിൽ ഓരോ പൂജയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്താണ്? ഈ മോശം അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ഇനി വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, ഇതിൽ നിന്ന് നമ്മൾ എന്തെല്ലാം ഉൾക്കൊള്ളണം, തള്ളിക്കളയണം, ഇതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് പൂജാരിയുടെ ഭാഗത്തു നിന്നും വന്ന തെറ്റുകള്, കാര്യങ്ങള് കണ്ടു നോക്കുക. പൂജയുടെ മറവിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ മലയാളിയായ ക്ഷേത്ര ജീവനക്കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ ജീവനക്കാരനായ അരുൺ ടിയെയാണ് അറസ്റ്റിലായത്. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരനെതിരെയും പരാതിയുണ്ട്. ഇയാൾ ഒളിവിലാണ്. കർണാടക സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ക്ഷേത്രത്തിൽ പൂജയ്ക്കായി എത്തിയ യുവതിയെ നിരന്തരം വാട്സാപ്പിലൂടെ വീഡിയോ കോൾ ചെയ്യുകയും സന്ദേശങ്ങൾ അയച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. കുടുംബത്തെയും കുട്ടികളെയും അപകടപ്പെടുത്തുമെന്ന രീതിയിൽ പൂജ ചെയ്യുമെന്നും യുവതിയെ ഭീഷണിപ്പെടുത്തി. ഇത്തരത്തിൽ നഗ്ന വീഡിയോ അയച്ചു നൽകാനായി യുവതിയെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തു. പൂജ ചെയ്യുന്നതിനായി 25,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. കാനാടിക്കാവ് ശ്രീവിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലാണ് സംഭവത്തിൽ മുഖ്യപ്രതിയായ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ഉണ്ണി ഒളിവിലാണ്. നഗ്ന വീഡിയോ അയച്ചില്ലെങ്കിൽ കുടുംബത്തെ അപകടപ്പെടുത്തുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് യുവതി പൂജാരിയെ സമീപിക്കുന്നത്. യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന ഓൺലൈൻ പരസ്യം കണ്ടാണ് യുവതി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് എത്തുന്നത്. ജീവിതത്തിലെ ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോൾ, ഫസ്റ്റ് മാരേജിന്റെ പ്രശ്നങ്ങളുമായിട്ട് നിന്നപ്പോൾ, അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്നാമത് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഒരു വിമല ടീച്ചർ. പുള്ളിക്കാരി വെറ്റില ജ്യോതിഷം നോക്കുന്നതാണ് കേട്ടോ. പുള്ളിക്കാരി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ പറയും. മനസ്സിലുള്ള കാര്യങ്ങൾ യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ നമുക്കിപ്പോ ഒരു പുതിയ സംരംഭമൊക്കെ തുടങ്ങണമെങ്കിൽ അവിടെ ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണോ ചീത്തയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെറ്റിലയൊക്കെ നോക്കി ലക്ഷണം പറയും. അവർ വലിയ കുഴപ്പമില്ലാതെ, പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ദൈവവിശ്വാസിയായിട്ട്, ഒരു അമ്പല വിശ്വാസിയായിട്ട് ആ ടീച്ചർ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ മറ്റൊരാൾക്ക് പരിഹരിക്കുവാൻ വയ്യാത്ത വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, മറ്റൊരാളോട് തുറന്നു പറയുവാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ ഇതുപോലുള്ള ജ്യോത്സ്യന്മാരെയൊക്കെ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ വഴി മുട്ടിയപ്പോൾ ഇതുപോലെ വേറൊരു സുഹൃത്ത് റെഫർ ചെയ്തിട്ട് ഞാൻ വൈക്കത്തിന് പോകുന്ന വഴി തലയാഴം എന്നുള്ളൊരു പേരുള്ള സ്ഥലത്തിന്റെ അടുത്തൊരു ജ്യോതിശാലയത്തിലാണ് പോകുന്നത്. ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. കാരണം എന്റെ ഒരു മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ മതമാണ്. കൂടെ എനിക്ക് വിളിച്ചോണ്ട് പോകുവാൻ ആരുമില്ല. അപ്പോൾ ഇതൊരു അറ്റ കൈയായിട്ട്, കാരണം എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് ഹിന്ദു ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു അറ്റ കൈയായിട്ട് ഞാൻ പോവുകയാണ്. പരമാവധി എന്തെങ്കിലും പൂജകളോ വഴിപാടുകളോ ഒക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ജീവിച്ചു പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇദ്ദേഹത്തെയും കാണുവാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ മഠത്തിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു നല്ലൊരു അന്തരീക്ഷമാണ്. നല്ലൊരു വിളക്കൊക്കെ കൊളുത്തി ശാന്തസുന്ദരമായ നല്ല തണുപ്പുള്ള ഒരുപാട് വൃക്ഷങ്ങളൊക്കെ ഉള്ള നല്ല നല്ല ഭക്തിയൊക്കെ തോന്നുന്ന അമ്പലങ്ങളും പൂജകളും അടുത്തടുത്ത് തന്നെ എന്തൊക്കെയോ എന്താ പറയാ ഈ അമ്പലങ്ങൾ പോലെ ചെറിയ ഇതൊക്കെ ഉണ്ട്, പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പൊ പൂജകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇദ്ദേഹം ഇരിക്കുന്ന റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വിസിറ്റേഴ്സിന് ഇരിക്കാം. അദ്ദേഹം ഇരിക്കുന്ന റൂം വിളക്കൊക്കെ കൊളുത്തി അവിടെ ഇങ്ങനെ ഓ ഇങ്ങനെ എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന ഒരു പ്രത്യേക വൈബ് തരുന്ന ഒരു എന്താ പറയുക ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കയറുമ്പോൾ ആ കഥക് ജസ്റ്റ് ഒന്ന് ചാരിയിടാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് കേൾക്കുവാൻ സാധിക്കില്ല. അകത്ത് ക്ലയന്റും അദ്ദേഹവും സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് കേൾക്കുവാൻ സാധിക്കില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചാരിയിടുന്നുള്ളൂ, ഡോറ് ലോക്ക് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്റെ ഒരു ഊഴം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങള് ഇന്ന് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അന്ന് വ്യക്തമായിട്ട് പറഞ്ഞു, ഇയാൾ ഇനി
ആദ്യത്തെ ഭർത്താവിനെ നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇയാളുടെ ജീവിതത്തില് രണ്ടാം വിവാഹം എന്നൊന്നുണ്ട്, അത് നടന്നിരിക്കും. അപ്പോൾ ഇന്നല്ലെങ്കിൽ എത്ര വൈകിയാലും ഡിവോഴ്സ് നടക്കും. അതിനുശേഷം ഇയാൾ സെക്കൻഡ് മാരേജ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന ആളുടെ കൂടെയുള്ള ജീവിതം ഇതിൽ നിന്നെല്ലാം, ഇത്രയും കാലത്തിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ രണ്ടാം വിവാഹം ചെയ്യത്തില്ല. ഞാൻ അയാളോട് തർക്കിച്ചു, ഞാൻ ഒരിക്കലും രണ്ടാം വിവാഹം ചെയ്യില്ല, കാരണം ഒന്നാമത് വിവാഹം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് കുറച്ച് സെക്ഷലി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അത് ഞാൻ പറയാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ സത്യമായിട്ട് ഭവിച്ചതെന്നും കൂടെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ നിന്നായിരിക്കും രണ്ടാമത്തെ വിവാഹാലോചന വരുന്നത്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയട്ടെ, തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും എനിക്ക് 2 വിവാഹാലോചന വന്നു. ഈ തിരുവനന്തപുരത്ത് ഉള്ള ആളുമായിട്ട് എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നുകയും ചെയ്തതാണ് കേട്ടോ. വേറെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് അത് ഞാൻ വേണ്ട എന്ന് വെച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇത് കൊല്ലത്ത് നിന്ന് വന്ന ആലോചനയാണ് ഞാൻ പ്രിഫർ ചെയ്തത് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ ജ്യോത്സ്യം പ്രത്യേകം പറഞ്ഞിരുന്നു, എന്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട് സ്നേഹിക്കുന്ന ഒരാളെയാണ് ഇയാൾക്ക് രണ്ടാമതായിട്ട് ഭർത്താവായിട്ട് കിട്ടുക. മാത്രമല്ല ഈ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആള് ആദ്യവിവാഹം വേർപെട്ട് ഡിവോഴ്സി ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ മക്കളില്ലാത്ത ഒരാളായിരിക്കും എന്ന് പറഞ്ഞു. അതെല്ലാം സത്യമാണ്. വളരെ സ്നേഹമായിരിക്കും എന്ന് പറഞ്ഞു, അത് സത്യമാണ്. ജീവിതം രണ്ടാമത്തെ ജീവിതം ഫസ്റ്റ് ജീവിതം ജീവിച്ച പോലെയല്ല, വേറൊരു ജീവിതമായിരിക്കും, നല്ലൊരു ജീവിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം വളരെ സത്യമാണ് കേട്ടോ. അപ്പൊ ജ്യോതിഷത്തിൽ എന്തൊക്കെയോ ഒരു സത്യമുണ്ട്, അല്ലെങ്കിൽ അതൊരു മൈൻഡ് റീഡിംഗ് ഒക്കെ ആയിരിക്കാം, അത് സത്യമാണ് എന്ന് എനിക്കതങ്ങ് വിശ്വാസമൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് സെക്ഷലായിട്ട് പറഞ്ഞ കാര്യം ഇതായിരുന്നു. ഞാൻ ഒരിക്കലും രണ്ടാം വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് തർക്കിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ശരീരത്ത് ഒരു പ്രൈവറ്റ് ഏരിയയില് മറുകുണ്ട്, ഒരു മറുകുണ്ട്, അത് ഈ സ്ഥാനത്തുള്ള ഒരു മറുകാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കൊണ്ടാണ് പറഞ്ഞത്, കൃത്യമായിട്ട് ഇയാളുടെ ശരീരത്ത് ഭാഗത്ത് ആ മറുക ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഇയാൾക്ക് രണ്ടാം വിവാഹം ഉണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആകെ ഇതായിപ്പോയി, എത്ര കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അടയാളം അദ്ദേഹം പറഞ്ഞത്. ഉടനെ തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്റെ ശരീരഭാഗത്ത് ആ മറുകം ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം നോക്കി അത് ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. മാത്രമല്ല നമ്മൾ ഇതുപോലെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഒരിക്കലും അങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു വേണ്ട, നോക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ കാര്യം അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ നമ്മൾ നോക്കാൻ പോയ ആ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളും ഒന്നും വിളിച്ച് പബ്ലിക്കിനോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ജ്യോത്സ്യം പറഞ്ഞത് രണ്ടാമത് വിവാഹം കഴിക്കണമെന്നാണ്. എന്റെ വിധി അതാണെന്നാണ്. ഞാൻ എന്റെ നിലവിലുള്ള ഭർത്താവിന്റെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് ചോദിച്ചു ചെന്നതാ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ട് വിലക്കെടുക്കാതെ ഞാൻ തൃശ്ശൂര് ആറാട്ടുപുഴയുള്ള ബിനോയ് പണിക്കർ എന്നാണ് തോന്നുന്നു, അദ്ദേഹത്തിന്റെ അവിടെ ഒന്ന് നോക്കി. മഷിനോട്ടം ബിനോയ് പണിക്കർ അങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ വരും കേട്ടോ, നമ്പരൊക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ, അതിന്റെ പൂജകളും കാര്യങ്ങളൊന്നും എനിക്ക് എത്രയും കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. എനിക്ക് എത്രയും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു ഇതായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസാണ്. നമുക്ക് പുറത്തിരിക്കുന്നവരെയൊക്കെ കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. അവർക്ക് നമ്മളെയും ചെറുതായിട്ട് കാണാം. ഇദ്ദേഹം നമ്മളോട് ചെല്ലുമ്പോൾ തന്നെ നമ്മളൊന്നും പറയണ്ട, അദ്ദേഹം ഇങ്ങ് പറയൂന്നാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭർത്താവായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്താണെന്നൊന്നും ചോദിച്ചില്ല. അപ്പൊ പറഞ്ഞു അത് കേസായിട്ട് മുന്നോട്ട് പോകണം, കേസിൽ നിങ്ങൾ ജയിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ വന്ന് കാണാനാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. മഷിനോട്ടത്തിൽ വലിയ പേര് കേട്ട ആളാണ് എന്നോട് പറഞ്ഞത്, ഒന്നിച്ച് സന്തോഷമായിട്ട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ജീവിക്കുമ്പോൾ വന്ന് കാണാൻ പറഞ്ഞു. കേസിൽ ജയിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ കൊടുത്ത കേസിൽ ജയിച്ചു. ഏറ്റവും ആദ്യം ഞാൻ കൂടെ നിൽക്കാൻ വേണ്ടിയൊക്കെയാണ് കേസ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആലോചനകളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ പുള്ളിക്ക് ഒരു കാരണവശാലും എൻ്റെ കൂടെ ആദ്യത്തെ ആൾക്ക് ജീവിക്കണ്ട എന്നുള്ളൊരു സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്തത്. അത് തന്നെ മ്യൂച്വൽ ഡിവോഴ്സിനായിരുന്നു കൊടുത്തത്. പുള്ളിക്ക് 100 സമ്മതമായിരുന്നു. പുള്ളിക്ക് എന്നെ വേണ്ടാന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരുന്നു. ഞാനാണ് എനിക്ക് പിന്നെയും പുള്ളിയെ വേണമെന്ന് പറഞ്ഞ് നിന്നിരുന്നത് കേട്ടോ. അപ്പൊ പിന്നെ മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുത്തു. എന്തായാലും ഞാൻ ഈ രണ്ടാമത് പോയ ആള് സെക്ഷലി കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിച്ച് എന്നോട് അടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും
ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഫലവത്തായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതാണ് കേട്ടോ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നത്. നമ്മുടെ ഈ ഭാരത സംസ്കാരത്തിന് ഒരുപാട് ആചാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സംസ്കാരങ്ങളുണ്ട്. അതിൽ ജ്യോതിഷം, അമ്പലം, പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ മതപരമായിട്ടും ഒക്കെ വളരെ എന്താ പറയാ പരമ്പരാഗതമായിട്ട് പല കാര്യങ്ങളുണ്ട്. ഇന്നും ക്രിസ്ത്യാനികൾ വരെ വേണമെങ്കിൽ വിവാഹത്തിന് മുഹൂർത്തമൊക്കെ നോക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് കേട്ടോ, പലരും ഉണ്ട്. അപ്പം കൊച്ചുങ്ങളുടെ ചോറൂണ്, ജനന സമയം, നക്ഷത്രഫലം, ജാതകം ഇതൊക്കെ നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ, ഞാൻ ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ രണ്ടാമത് കണ്ട ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നു. ഒരു പക്ഷേ അവിചാരിതമായിട്ട് സംഭവിച്ചതായിരിക്കാം കേട്ടോ, എന്നാലും അത് വന്നു. ഇപ്പോൾ ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്ന ഈ വിഷയത്തില് എനിക്കുള്ളൊരു സംശയം നിങ്ങൾക്കും തോന്നിയേക്കാട്ടോ. ഇത്രയേറെ ആ പൂജാരി ഇതുപോലെയൊക്കെ സംസാരിച്ചിട്ട് ഈ സ്ത്രീക്ക് മനസ്സിലായില്ലേ? എനിക്കറിഞ്ഞൂടാ. നമുക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? ഇപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ നമുക്ക് നിത്യം കാണുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. എൻ്റെ അടുത്ത് തമാശയായിട്ട് ചോദിച്ചതാണ്, എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ആ സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞാണ്. എന്നാ ഞാൻ കൊണ്ടുപോകാം എന്ന് പെട്ടെന്ന് എൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോകാം ആ സ്ഥലത്ത്. അപ്പൊ നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ടും മറുപടി പറയുമ്പോഴാണ് അവർക്ക് പിന്നെയും എന്തെങ്കിലും പറയുവാനായിട്ടുള്ളൊരു പ്രചോദനമാകുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എന്നെ കൊണ്ടുപോകാൻ എന്റെ കെട്ടിയോനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇച്ചിരി ദേഷ്യത്തില, ആള് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെയുള്ള തമാശകളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എത്ര വലിയ പൂജാരിയാണെങ്കിലും എത്ര വലിയ വക്കീലാണെങ്കിലും നമ്മളിത് ഇത്ര വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തോന്നുമ്പോ അങ്ങേരുടെ ടോണിൽ അത് സ്പഷ്ടമായിട്ട് ഏതൊരു പെണ്ണിനും മനസ്സിലാവും കേട്ടിട്ടുണ്ടെങ്കിൽ. ആ സ്ത്രീയുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ അവരും ഓക്കെ 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 എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഒരു പെണ്ണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ച് അത്യാവശ്യം പ്രായപൂർത്തിയൊന്നും ആവണ്ടെന്നേ, അതിനു മുന്നേ തന്നെ കമന്റുകൾ കേൾക്കേണ്ടി വരും, പലരുടെയും നഗ്നതാ പ്രദർശനം കാണേണ്ടി വരും, ബാഡ് ടച്ചുകൾ, ആവശ്യമില്ലാത്ത ശരീരഭാഗത്ത് സ്പർശിക്കുന്നത് ഇത് ഏൽക്കേണ്ടി വരും. പിന്നെ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് 2 കുട്ടികളെ കൊണ്ട് ജീവിക്കുവാന്ന് പറഞ്ഞാൽ പോലും താല്പര്യമാണ്, ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. ചാറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്, ഫേസ്ബുക്കിലാണെങ്കിൽ ചാറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്, വാട്സപ്പ് നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കുന്നവരുണ്ട്. വിളിക്കുക, സംസാരിക്കുക, അതിനപ്പുറത്തേക്ക് ആ ബന്ധം കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ സ്ത്രീകളല്ലേ തീരുമാനിക്കേണ്ടത്, ഇല്ലേ? അപ്പോൾ ഒരാള് മോശം ടോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് മനസ്സിലാവില്ലേ, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അല്ലാതെ ഇതൊരു പീഡനത്തിലോട്ടും പരാതിയിലോട്ടും എത്തിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ 2 പേർക്ക് സമ്മതമാണെങ്കിൽ അത് ആ രീതിക്ക് അങ്ങ് വിടുക, അല്ലേ? ഇതിപ്പോ ആദ്യം സമ്മതിച്ചു, കുറച്ച് കഴിയുമ്പോൾ അത് പീഡനമായി. അതൊക്കെ വളരെ മോശം കാര്യങ്ങളാണെന്നാണ് കേട്ടോ എനിക്ക് പറയുവാനുള്ളത്. അതിലേക്ക് എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള വേറെ കാര്യങ്ങളും കൂടെ കാണും, ട്രാപ്പൊക്കെ ഉണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ല. കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ ഇതുപോലുള്ള സാഹചര്യങ്ങളെല്ലാം ജാഗ്രതയോടെ ഇരിക്കുക. എപ്പോഴും നമുക്ക് ഒരാളെ കൂട്ടി ഒന്നും പോകാൻ സാധിച്ചെന്ന് വരില്ല, അല്ലെ? അപ്പൊ നമ്മൾ നമ്മളൊരു സ്റ്റാൻഡിലങ്ങ് ഉറച്ചു നിൽക്കുക. ഞാൻ അവിടെ പറഞ്ഞതുപോലെ ആ മറുക എവിടെയാണെന്ന് ഞാൻ നോക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു വേണ്ട എന്ന് പറയുവാൻ എന്തത്ര ബുദ്ധിമുട്ട്. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം. അങ്ങനെയുള്ളവർക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും. എല്ലാവരും പ്രീതിപ്പെടുത്തുവാനൊന്നും സാധിക്കില്ല. പക്ഷെ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ പോകണം കേട്ടോ. അതാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരുവാനായിട്ടുള്ള ഒരു സന്ദേശം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയതല്ല കേട്ടോ. ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഈ വിഷയം നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഷാളിൽ പിന്നെ കുത്തിയിട്ടില്ല കേട്ടോ. അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷാളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.